ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും വിഷുദിനാശംസകൾ നേരുകയാണ് കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വിഷു ആഘോഷിച്ചു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വിഷുദിനം ആവട്ടെ എല്ലാവർക്കും. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ണന് വേണ്ടിയിട്ടുള്ളൊരു തുളസിമാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിഷുക്കണി ഒരുക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ വിഷുക്കണി ഒരുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കണ്ണനെ മഞ്ഞ പട്ടിലേക്ക് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മഞ്ഞ പട്ട് വേണമെങ്കിൽ നമുക്ക് കണ്ണന് ഉടുപ്പിച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ എന്തായാലും വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. അതിൻ്റെ മുകളിലാണ് കണ്ണനെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഉരുളീനെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിലേക്ക് ഉണക്കല്ലരി ഉണ്ടല്ലോ, ഉണക്കല്ലരി ഇട്ട് കൊടുത്തു. അതിൽ പിന്നെ ഞാൻ നെല്ലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാഴിയിൽ. അപ്പോൾ നെല്ലും അതുപോലെ ഉണക്കല്ലരിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. പക്ഷേ രണ്ടും കലർന്നു പോയാൽ വേർതിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് വെച്ചത്. പിന്നെ കൃഷ്ണന് ഇഷ്ടമായ കദളിപ്പഴം വെച്ച് കൊടുത്തു. സുബ്രഹ്മണ്യ സ്വാമിക്ക് മാങ്ങയും വെച്ച് കൊടുത്തു. ഗണപതിക്ക് ഇഷ്ടഭക്ഷണമായ ചക്കയും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. ഇത്രയും വെച്ച ശേഷം പ്രധാനപ്പെട്ട ഒന്നായ കണിവെള്ളരി കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇത് സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും വെച്ച ശേഷം പിന്നെ നമ്മൾ വാൽക്കണ്ണാടി വെച്ച് കൊടുക്കുകയാണ്. ഭഗവതി സങ്കല്പമായിട്ടാണ് കേട്ടോ വാൽക്കണ്ണാടി വെച്ച് കൊടുക്കുന്നത്. അതിന് തിരുവുടയാട കൂടി വെച്ച് കൊടുക്കുകയാണ്. ഭഗവതിക്ക് നമ്മൾ പട്ട് ഉടുത്ത് കൊടുക്കുന്ന പോലെ തിരുവുടയാട കൂടി അതിൻ്റെ പിറകിലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇത്രയും വെച്ച ശേഷം തന്നെ നമ്മുടെ കണി നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും അല്ലേ. പക്ഷേ ഇത്ര മാത്രമല്ല, ഇനി നമുക്ക് ഒരുപാട് വെച്ച് കൊടുക്കാനായിട്ടുണ്ട്. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ആയിട്ട് ഒരുപാട് ഇനി വെക്കാനുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കണിക്കൊന്ന കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രന്ഥം, ഏതെങ്കിലും ഒരു ഗ്രന്ഥം, അധ്യാത്മ രാമായണമാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുണ്ട് കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇത് അലക്കി വൃത്തിയാക്കിയിട്ടുള്ള മുണ്ടാണ് കേട്ടോ, അതാണ് വെച്ച് കൊടുക്കുന്നത്. ചിലരെല്ലാം കോടിമുണ്ടാണ് വെച്ച് കൊടുക്കാറ്. കോടിമുണ്ടല്ല വെച്ച് കൊടുക്കേണ്ടത്, ഇതുപോലെ അലക്കിയിട്ടുള്ള മുണ്ടാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അടക്കയും വെറ്റിലയും കൂടി വെച്ച് കൊടുക്കാം. അത് ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് പണം വെച്ച് കൊടുക്കാം. അത് ഇതുപോലെ നോട്ടായിട്ടും അതുപോലെ കുറച്ച് ചില്ലറയും നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് സ്വർണ്ണാഭരണമായിട്ട് ഞാനിവിടെ ഒരു വളയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ വെള്ളിയാഭരണമായിട്ട് പാദസരവും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൺമഷി വെച്ച് കൊടുക്കാം. കൺമഷിയും അതുപോലെ തന്നെ കുങ്കുമവുമാണ് കേട്ടോ ഇനി വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നമ്മൾ ഇത്രയുമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കണ്ണന് ഇതുവരെ തുളസിമാല ഇട്ട് കൊടുത്തിട്ടില്ല. കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് കേട്ടോ തുളസിമാല. അപ്പോൾ തുളസിമാല ഞാനിവിടെ കോർത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് കണ്ണന് ഈ ഒരു തുളസിമാല കൂടി ചാർത്തി കൊടുക്കാം. ഇത് ആദ്യം തന്നെ ചാർത്തി കൊടുക്കേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയതാണ് കേട്ടോ. ഇനി നമുക്ക് നാളികേരം ഉടച്ചത് 2 മുറിയായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒറ്റ മുറിയായിട്ട് വെച്ച് കൊടുക്കരുത്, 2 മുറി നാളികേരം വെച്ച് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കത്തിച്ച് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലറ പൈസ ആയിട്ടും വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ നാളികേരം മാത്രമായിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു തളികയിൽ ഇതുപോലെ പഴവർഗ്ഗങ്ങളെല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. തണ്ണിമത്തൻ, ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി, അങ്ങനെ എല്ലാ പഴവർഗ്ഗങ്ങളും വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ പച്ചക്കറികളായിട്ട് നമുക്ക് ക്യാരറ്റ്, തക്കാളി, നാരങ്ങ ഇതെല്ലാം വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. മത്തങ്ങ എല്ലാം വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ പഴവർഗ്ഗങ്ങൾ ഇത്രയും വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തക്കാളി, നാരങ്ങ ഇതെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാവ പുറത്തായിരുന്നു കേട്ടോ ഇത്ര നേരം. അപ്പോൾ ആൾ കുറച്ച് മുന്നേ വന്നപ്പോൾ ഇതെല്ലാം കണിയൊക്കെ ഒരുക്കുന്നത് കണ്ടപ്പോൾ ആൾക്കും കൂടെ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവ കൂടി വന്നിട്ട് ഇതെല്ലാം വെക്കട്ടെ എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ആളും കൂടെ വെക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ നമ്മൾ ഇനി വെക്കേണ്ടത് പയറ് വർഗ്ഗങ്ങളും അതുപോലെ വിത്തുമാണ് കേട്ടോ ഇനി നമ്മൾ കണിയായിട്ട് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പയർ വർഗ്ഗങ്ങളിലെല്ലാം തന്നെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ വെച്ച് കൊടുക്കുന്ന വിത്ത് ഉണ്ടല്ലോ, ഇത് നമ്മൾ മുന്നേ പണ്ട് കാലത്തുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ കണി കണ്ടതിന് ശേഷം ഈ വിത്ത് എടുത്തിട്ട് പാകാറും ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പതിവുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ കണിക്കൊന്ന കുറച്ചും കൂടി ഉള്ളത് ഈ ഒരു നമ്മൾ കണി വെച്ചിട്ടുള്ളതിലെല്ലാം തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കണ്ണനെല്ലാം വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ
ഇത്രയൊക്കെയാണ് ഞാൻ കണിക്കായിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വിളക്ക്, കിണ്ടി അതൊക്കെയാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു വിളക്കും കിണ്ടിയും ഉരുളിയും എല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ കണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതാ വിളക്കെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാവയും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ആൾക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിട്ടാണ് കേട്ടോ പറയുന്നുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വിളക്കിലേക്ക് എണ്ണ എല്ലാം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ തിരിയും ഇട്ട് വെച്ച് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 തിരിയാണ് കേട്ടോ വിളക്കിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തിരി നമ്മളിപ്പോൾ തന്നെ കത്തിക്കാറില്ല കേട്ടോ. ഇനി നമ്മൾ കണി കാണാൻ വേണ്ടിയിട്ട് എണീക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു തിരി കത്തിക്കാറുള്ളത്. തിരി കത്തിച്ചതിന് ശേഷം വന്നിട്ടാണ് എല്ലാവരെയും കണി കാണിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ തിരിയെല്ലാം ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് ഇപ്പം തന്നെ. കുഞ്ഞാവയ്ക്ക് ഇടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എണ്ണയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, കയ്യിലെല്ലാം ആവുമെന്ന് പറഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് കൊടുത്തില്ല കേട്ടോ. പിന്നെ നമ്മളിതാ നമ്മുടെ കിണ്ടിയിൽ വെള്ളം കൂടി നിറച്ചിട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഈ കിണ്ടിയിൽ വെള്ളം നമ്മുടെ കണ്ണിൽ എടുത്തിട്ട് തൊട്ടതിന് ശേഷം വേണം കേട്ടോ നമ്മൾ കണി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഒരു വെള്ള കളറിലുള്ള പുഷ്പം കൂടി ഇട്ട് കൊടുക്കുകയാണ്. വെള്ള കളറിലുള്ള പുഷ്പം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ്. അതിന് നമ്മളൊരു വെള്ള കളറിലുള്ള പുഷ്പം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണിയെല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ കണി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു കണിയെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ കണിയെല്ലാം ഇനി അടുത്ത വർഷം ഒരുക്കി വെക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും വിഷു നന്നായിട്ട് ആഘോഷിക്കൂ. നല്ലൊരു സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാം ഒരു ദിനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കമ്പിത്തിരിയും എല്ലാം പടക്കവും കമ്പിത്തിരിയും പൂക്കുറ്റിയും എല്ലാമായിട്ട് നല്ല അടിപൊളി ഒരു വിഷു ആവട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.